ജനങ്ങൾ ആട്ടി ഓടിച്ചിട്ടും പച്ച കളവും പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ജനങ്ങളെ വെറുപ്പിക്കുക. ഇതുപോലെ ഒരു കുലംകുത്തി കേരള രാഷ്ട്രീയത്തിനുണ്ടാവത്തില്ല. ഇവരൊക്കെ IAS ആവലി എന്ന് IPS IAS എന്നാണ് ഇവനെ. എങ്ങനെ ഇവരൊക്കെ അതൊക്കെ പാസ്സായെന്ന് എനിക്കറിയില്ല. ഇത്ര നിലവാരമില്ലാത്ത, ഇത്ര വിവരമില്ലാത്ത, ഒരു കാര്യത്തെപ്പറ്റിയും ഒരു ധാരണയില്ലാതെ വായിക്കതൊന്ന് കോതക്ക് വാട്ടാക്കുക. ഇപ്പൊ പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പം എന്തൊക്കെയോ പച്ച വർഗീയതയും പറഞ്ഞാണ് നടക്കുന്നത്. STPക്കാർ പള്ളിക്കകത്തു നിന്നൊക്കെ വോട്ട് പിടിച്ച് കോൺഗ്രസ് നിരങ്ങാൻ അനുവദിച്ചു പോലും. എവിടെ നിന്നിട്ടാണോ നീ പറയുന്നത്? ഏത് പള്ളിക്കകത്താണ് അങ്ങനെ ഒരു വോട്ട് അഭ്യർത്ഥനമായിട്ട് STPI വന്നിട്ടുള്ളത്? എനിക്കറിയില്ല. ഞാനാ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ, ഞാനും പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തി തന്നെയാ. ഒരു പാർട്ടിന്റെയും STPI എന്നുള്ള ഒരു പാർട്ടിന്റെയും ഒരു രാഷ്ട്രീയ കാര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ പള്ളിക്കകത്ത്, പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് പോലും ചർച്ച ചെയ്യാൻ അനുവദിക്കത്തില്ല. അങ്ങനെ പറയലുമില്ല, അങ്ങനെ ആരും ഇതാക്കലുമില്ല. ഒരു പാർട്ടിക്കാരും ഇല്ല, പറയില്ല. കാരണം അതിനകത്ത് വരുന്ന ഇപ്പൊ ഞാൻ മുസ്ലിമാണ്, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നതായിരിക്കും. അടുത്തവൻ ഇരിക്കുന്നവന്റെ CPM ആയിരിക്കാം. പിന്നെ വേറെ ഒരു പറയുന്ന BJPക്കാർ പോലും മുസ്ലിംസിലുണ്ടല്ലോ, അവരും പള്ളിയിലേക്ക് വരുമായിരിക്കും. പിന്നെ ഇങ്ങനെ STPക്കാരാണോ വന്നിട്ട് പിന്നെ വോട്ട് നിറങ്ങി എന്ന് പറയുന്നത്? നീ കണ്ട പോലത്തെ വർത്താനല്ല പറയുന്നത്. പച്ച വർഗീയത നിർത്തലാണോ നിനക്കൊക്കെ? ഇല്ലേ? നീയൊക്കെ വലിയ പഠിച്ചെന്നൊക്കെയല്ലേ പറയുന്നത്? ജനങ്ങൾ ഇതിനെ ആട്ടി പുറത്താക്കി കുലംകുത്തിന്റെ പണിയെടുത്തിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും എന്തും ചെയ്യൂ എന്നുള്ള ഒരു നാണം കെട്ട നിലപാടിന്റെ ഉടമയല്ലേ നീ? എന്നിട്ട് നീ വന്നിട്ട് കോൺഗ്രസിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക. നിന്നെ ജനങ്ങൾ തോൽപ്പിച്ചതാണോ വിഡ്ഢി പോങ്ങ? നീ മനസ്സിലായിട്ടില്ല നിനക്ക്? നീ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ആ BJPന്റെ ഏറ്റവും വലിയ പൊന്നാപനം കോട്ടയ പാലക്കാട് പിന്നെ മുനിസിപ്പാലിറ്റിക്കകത്തു നിന്നൊക്കെ കോൺഗ്രസിന് മെജോറിറ്റി കിട്ടിയ നീ കണ്ടില്ലടാ പോങ്ങ. അവിടെയൊക്കെ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാ വോട്ട് ചെയ്തത്. അത് എനിക്കറിയില്ല. ഇലക്ഷന്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ നീ പച്ച വർഗീയത പറഞ്ഞു നടന്നു. നിങ്ങൾ മന്ദം കമ്മികളും BJP ഒരേ തരത്തില്. അതൊക്കെ ജനങ്ങൾ കണ്ടില്ലേ? അവിടെയുള്ള ജനങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ ഈ പച്ച കളവർ മുഴുവൻ കേട്ടതിന് ശേഷമല്ലേ പോളിംഗ് ബൂത്തിൽ പോയിട്ട് പിന്നെ വോട്ട് ചെയ്ത് മാക്കൂട്ടത്തിനെ വിജയിപ്പിച്ചത്? എന്നിട്ടും തോറ്റതിന് വന്നിട്ട് ന്യായീകരിക്കുക. ജനങ്ങൾ തുപ്പിയതിന് സമമാണ് നിന്നെയൊക്കെ തോൽപ്പിച്ചത്. മനസ്സിലായ? കോൺഗ്രസ് അങ്ങനെയാക്കി, കോൺഗ്രസ് ഇങ്ങനെയാക്കി. നീ കോൺഗ്രസിന്റെ പേര് പോലും പറയാനാണോ? എവിടെയോ കിടക്കുന്ന വഴിപോക്കലപ്പ് നിന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിന് ബന്ധമില്ലാതെ നിനക്ക് ആദ്യം തന്നെ പാലക്കാട് മറ്റേ എവിടെയോ സീറ്റ് തന്നെ നിന്ന് മത്സരിപ്പിച്ച് എന്നിട്ട് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിൽ തലപ്പത്ത് വെച്ചത് തന്നെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഒരു തെറ്റായി പോയി എനിക്ക് തോന്നുന്നത്. ഉണ്ടോർന്ന് നന്ദി കാണിക്കണ്ടേ? നാണം കെട്ടവനെ. രാഷ്ട്രീയം പറഞ്ഞോ അല്ലെങ്കിൽ തോറ്റ പരാജയം പറഞ്ഞോ? നീ വർഗീയത പുലമ്പല്ല. വർഗീയത പുലമ്പി തുപ്പി നീ ഏതോ മുസ്ലിംസുകൾ മാത്രം നേതൃത്വം കൊടുക്കൊരു പത്രത്തിൽ കൊടുത്തു നോക്കിയില്ല. നീ അങ്ങ് ഉണ്ടാക്കി കളയാന്ന് വെച്ചിട്ട് ഇങ്ങനെയെങ്കിലും പറഞ്ഞിട്ട്. എടാ, കേരളത്തിലെ ജനങ്ങൾ വിവരവും ബുദ്ധിയുള്ളതാടാ. അത് മനസ്സിലാക്കാതെയോ കേട്ടാ? തോറ്റു കഴിഞ്ഞാൽ ആ വഴിക്ക് പോടോ. പിന്നെ എന്ന് ന്യായീകരിക്കുന്നത് ആരെയായി ബോധ്യപ്പെടുത്തുന്നത്? ആരെ ബോധ്യപ്പെടുത്താൻ? നീ ആരെ സുഖിപ്പിക്കാൻ ഇക്കളിപ്പെടുത്താനായി പറയുന്നത്? ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ, വോട്ട് ചെയ്ത വോട്ടർമാർക്കും കൃത്യമായിട്ട് അറിയാം കേട്ടാ. പിന്നെ ഇനി ആരെയാ ബോധ്യപ്പെടുത്തുന്നത്? പിന്നെ സംഘപരിവാറിനോട് കൊട്ടേഷൻ വാങ്ങിയിട്ട് വന്നത് ഇവിടെ കലാപം ഉണ്ടാക്കാനും മറ്റേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്. പിന്നെ മറ്റത് STPയോട് വോട്ട് വാങ്ങിച്ച് STPന്റെ വർഗീയത പാർട്ടി കിട്ടിയ മറ്റേ അന്തംഗമ്പിന്റെ സകലമാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ മറ്റേ ഉണ്ടാക്കി. ഞാൻ എല്ലാ ക്ലിപ്പും വീഡിയോ എന്റെ കയ്യിലുണ്ട്. എനിക്കത് കാണിച്ചിട്ട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാ, മറ്റൊരു ഫോൺ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാ. എപ്പാണോ നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയും മറ്റേ ഈ ചുടാപ്പികളൊക്കെ വർഗീയവാദികളായത്? പറ. 2004 ശേഷം അതുവരെ നിങ്ങൾ അവരെ വോട്ടൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ കോൺഗ്രസിന് അന്നത്തെ UDFന്റെ നേതൃത്വത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയപ്പോ ഈ പറയുന്ന ഇന്ന് കേരളം ഭരിക്കുന്ന ഈ മുഖ്യം തന്നെ നാണവും മാനവും ഇല്ലാത്ത ഈ മനുഷ്യ നായികക്ക് 40 എന്താ പറയേണ്ടത് വാക്കുകൾ മാറ്റുന്ന ഈ മനുഷ്യൻ തന്നെ പറഞ്ഞിട്ടില്ലേ ജമാഅത്ത് ഇസ്ലാമിയെയും STPI പോലുള്ള സംഘടനയെയും വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ UDF ശ്രമിക്കുന്നു എന്ന് ഇയാള് പറഞ്ഞ പ്രസംഗം, ഇയാള് പുലബിയെ, ഇയാള് പച്ച മലയാളത്തിൽ പറഞ്ഞ പ്രസംഗം ഞാൻ നാളെ എന്റെ എന്താ കമന്റ് ബോക്സിൽ ഇട്ട് നിങ്ങൾ അതും കേട്ടുനോക്ക്. എന്നിട്ട് ആ മനുഷ്യനായിപ്പം വന്നിട്ട് ഇങ്ങനെ ഇളക്കുന്നു. ജമാഅത്ത് വർഗീയവാദി, മറ്റോ വർഗീയവാദി. ആ വർഗീയവാദികളുമായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടിയിട്ട് വോട്ട് വാങ്ങിച്ച് നാണോ ഉളുപ്പും ഉണ്ടാണോ? ഞങ്ങൾ എവിടെയെങ്കിലും സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ അവരോട് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ടോ? പിന്നെ അവർ ഇന്ത്യ രാജ്യത്തുള്ള പൗരന്മാരാ.
വോട്ടർ പട്ടികയിലുള്ള പേരുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ആർക്കൊന്നും പ്രവചിക്കാനൊന്നും കഴിയത്തൊന്നുമില്ല. അത് അവരെ ചോയ്സാ. ഞങ്ങൾക്ക് അവരെ കൈപിടിച്ചിട്ട് നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവും ഇവിടെ രാജ്യത്തുണ്ടാവും. പിന്നെ നിങ്ങൾ മത്സരിച്ച് വിജയിച്ചൊരു സ്ഥലം ഉണ്ടല്ലോ, ചേലക്കര. അവിടെ എന്ത് ഇവരൊന്നും ഇല്ലേ? ഇല്ല, ഇവർ ഈ SDPI ഈ ജമാഅത്ത് ഇസ്ലാമിൽപ്പെട്ടവരൊന്നും ആ ഭാഗത്തില്ല അല്ലേ? ഉളുപ്പ് വേണുള്ളൂ. ജനങ്ങൾ നിങ്ങളെ മുഖത്ത് കാർക്കിച്ച് തുപ്പി അതിങ്ങനെ തുടച്ചിട്ട് പോയിട്ട് കഴുകുക, എന്നിട്ട് വീണ്ടും തുപ്പാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള പണിയെടുക്കുക. അല്ലാതെ പച്ച വർഗീയത പറയുക. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ വിവരം കെട്ടവർ ഈ പറയുന്നതും കേട്ടിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ മറുപടി പറയാനും പിന്നെ സർട്ടിഫിക്കറ്റ് നേതാക്കാൻ നടക്കണ്ട. ഇനി പറയാ ഞങ്ങൾ അങ്ങനെ തന്നെ പച്ച വർഗീയത തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് തടുക്കാൻ പറ്റി അങ്ങ് തടുക്കുന്നു പറഞ്ഞാൽ മതി. മനസ്സിലായ? അങ്ങനെ പറഞ്ഞാൽ മതി. മറ്റേ ഇവരെ ഭയപ്പെട്ടിട്ടോ ഇവരോട് അല്ല ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ വോട്ട് വാങ്ങിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇവർക്ക് അങ്ങ് കീഴ്പ്പെടുന്നില്ല. പോളെ പോയി പണി നോക്കുന്നു പറ. ഞങ്ങളുടെ സൗകര്യോ പിന്നെ ചെയ്യാത്ത കാര്യത്തിൽ ഇങ്ങനെ പച്ചക്ക് ഇങ്ങനെ കളവ് പറയാം. ഇതേ കളവ് തന്നെ സകലമായ തമ്മാടിത്തരങ്ങളും ഇലക്ഷന് മുമ്പേ ചെയ്തു. എന്നിട്ടും ജനങ്ങൾ ബോധമുള്ള ജനങ്ങളായതുകൊണ്ട് UDF വിജയിച്ചു. ആ മറ്റെന്താ മുനമ്പം വിഷയം വരെ കത്തി നിന്ന് അന്നേരം ഈ നാണം കെട്ട ഗവൺമെന്റ് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. BJPക്ക് ഒപ്പം മൗനസമ്മതം കൊടുത്തു. ഇല്ലേ? നാട് മുഴുവൻ പച്ച വർഗീയത പറഞ്ഞു ചേർന്ന് സംഘപരിവാർ ആ മുനമ്പത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ കൊല്ലാൻ വരുന്നേ, അവരെയൊക്കെ അങ്ങ് വീടുന്ന് ഒഴിവാക്കുന്നേ, ഇതാ നിങ്ങൾ കണ്ടോ, പേടിച്ചോ നിങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? ഇവർ പ്രചരിപ്പിക്കൽ തുടങ്ങിയിട്ടില്ലേനാ? ഒരക്ഷരം മന്ത്രം ഈ വഖഫിനൊരു മന്ത്രി ഉണ്ടല്ലോ, ഒരു ഊള മന്ത്രി ഉണ്ടല്ലോ. എന്നാ ആ മനുഷ്യരെങ്കിലും അതിന്റെ സത്യാവസ്ഥ പറഞ്ഞില്ല. എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വായ തുറന്നിട്ട് വഖഫ് ഭൂമി അങ്ങനെയല്ല, വഖഫ് ഭൂമി ഇങ്ങനെയാണ്. പിന്നെ അത് ആദ്യം അങ്ങ് പറഞ്ഞാ പോരെ? ഒരു സംഘപരിവാറിന് സകലമായ ഒത്താശയും ചെയ്ത് ഈ നാടിനകത്ത് സമാധാനമായി ജീവിക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന് ഒത്താശയും ചെയ്തു കൊടുത്ത് ഒക്കെ ചങ്ങായി വന്ന് അതൊക്കെ ജനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ ആറ്റി അടിച്ച് വെളി കളഞ്ഞപ്പോ ഇപ്പം ചുടാപ്പിന്റെ വോട്ട് വാങ്ങിച്ച്, ഇന്ന വോട്ട് വാങ്ങിച്ച്, വർഗീയ ശക്തികളായി ചെങ്ങാക്കി, പള്ളിക്കേരി വോട്ട് പിടിച്ച്. ഇവനൊക്കെയല്ലേ കോൺഗ്രസിന് വോട്ട് പിടിക്കാൻ വേണ്ടി പള്ളിക്കകത്തേക്കൊക്കെ വന്നത് അല്ലേ? ബാക്കിയുള്ളവരൊക്കെ കഴുതകളാ. നിങ്ങൾ മാത്രം വലിയ വിദ്വാന്മാർ, നിങ്ങൾ വലിയ സംഭവം, ബാക്കിയല്ല ഊളകള് അല്ലേ? നാണോ മാനോ വളരെ രാഷ്ട്രീയം പറയാണോ? ജനങ്ങൾ ഗവൺമെന്റ് ചെയ്ത നന്മകൾ പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് പിടിക്കാൻ നോക്ക്. നേരം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുടങ്ങും ജാതിയും മതവും വർഗീയതയും. മറ്റ് എലക്ഷൻ കഴിഞ്ഞ് അത് പോട്ടെ, വോട്ടിന് വേണ്ടിയിട്ട് പലതും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അതിന് റിസൾട്ട് വന്ന് അതിന് വിശകലനം ചെയ്ത് എല്ലാ മേഖലയിലും ബൂത്തിന്റെ കണക്കെടുത്ത് വേലക്കാർക്ക് വോട്ട് കിട്ടി, എല്ലാം കൃത്യമായിട്ട് അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയാൽ മതി. എന്നിട്ടൊരു ഉളുപ്പില്ല പറയാ അത് അങ്ങനെ ജയിച്ചല്ല, അത് ഇങ്ങനെ ജയിച്ചാണ്, അത് ചുടാപ്പിന്റെ വോട്ട് മേടിച്ചിട്ടാണ്, അത് ജമാഅത്ത് ഇസ്ലാമി. എന്നാ പിന്നെ ഒരു കാര്യം, നിങ്ങൾ അങ്ങ് നിരോധിക്കണ ആയിട്ടുകളാ രാജ്യത്ത് നാട് കടത്തണം. നിങ്ങൾ ഭീകരവാദിയും വർഗീയവാദികളെന്നാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ രാജ്യക്കാർ സുൽത്താക്കന്മാരും, നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ നിങ്ങളും സുൽത്താക്കന്മാർ അല്ലേ? എന്നാ പിന്നെ മറ്റുള്ളവരെ ഒന്നിക്ക് വെടിവെച്ച് കൊല്ല്, അല്ലെങ്കിൽ നാട് കടത്ത്. അവര് റേഷൻ കാർഡിന്റെ പേരും ഇവിടുത്തെ വോട്ടർ പട്ടികയിലെ പേരും റേഷൻ കാർഡും രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരാകുമ്പോ അവര് വോട്ട് ചെയ്യൂ. അതിനിപ്പോ നമുക്ക് കൈപിടിച്ചു വെക്കാൻ പറ്റുവാടോ? തോന്നിയാസം പറയുന്ന വിവരം വേണോ? വിവരം വെറും എന്താ പറയുക, വിദ്യാഭ്യാസത്തിലെ കൂടി മാത്രമല്ല, വിശേഷ ബുദ്ധി ഉണ്ട് അവനവനിക്ക് തലക്കകത്ത്. മനസ്സിലാക്ക്. ആ വിശേഷ ബുദ്ധി എടുത്തിട്ട് സംസാരിക്കാൻ പഠിക്കും. കേരളത്തിലെ പൊതുസമൂഹം ഊളകളും എന്താ പറയുന്നത് ഒന്നിനും കൊള്ളാത്തവരുമല്ല, കാഷ്ടം ഭക്ഷിക്കുന്നവരല്ല. ഇതൊക്കെ കാണുന്നുണ്ട്. മനസ്സിലായ? ഇത്ര മാത്രം പച്ച വർഗീയത പറഞ്ഞ് പിന്നെ സ്ഥാനാർത്ഥിയെ കാശ് കൊണ്ടുവന്ന് ട്രോളി ഉണ്ടാക്കി കളഞ്ഞവര്. ഇവിടെ നേരാമണ്ണം പാർട്ടിക്കകത്ത് ഫണ്ട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു പാർട്ടി ഇവിടെ കാശ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞ് പാലക്കാട് മുഴുവൻ UVCന്റെ പൈപ്പിട്ടിട്ട് മദ്യം ഇതാ ഒഴുക്കുന്നു, എന്താ പറയുക, ചാലിയാർപ്പുഴ പോലെ ഇതാ ഒഴുകിപ്പോകുന്നു കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞു. ആരാണോ ഭരിക്കുന്നത്? തന്റെ ആണെങ്കിൽ അതൊക്കെ പിടിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോവാ. വെറുതെ എല്ലില്ലാതെ നാവ് കൊണ്ട് എന്നും പറയാ എന്നുള്ള ഇതുണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കുക കേട്ടാ. ഓക്കെ, ഉളുപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യനിക്കില്ല. ഒരു ലേശം നാണം മാനം വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ എന്തെന്നാന്ന് ഈ പറയുന്നതെന്നുള്ളൊരു ബോധം വേണ്ടേ?
ഒരു ലഹരിക്ക് അടിമപ്പെട്ടവൻ പോലും ഇങ്ങനെ ബോധമില്ലാതെ സംസാരിക്കത്തില്ല. എന്നിട്ട് കണ്ട വളിവൻ പറയാ പള്ളിക്കകത്ത് കയറി നോക്കട്ടെ ഏത് പാർട്ടിയായാലും, അപ്പൊ അറിയാം സംഭവം. എന്തിനിപ്പോ ഉണ്ടല്ലോ ഫോക്കസ്, ഇസ്ലാമോഫോബിയ രാജ്യത്ത് നിലനിൽക്കുന്നതിന്റെ പേരിൽ എന്തും അങ്ങ് ചാമ്പ്യാ മതിയല്ലോ അല്ലെ. പക്ഷെ അത് ഇവിടെയുള്ള നല്ലവരായ ക്രിസ്ത്യാനികളും ഈ ഹൈന്ദവ സഹോദരങ്ങൾ സംഖ്യകളെ മാറ്റിവെച്ചാല് ബാക്കി എല്ലാവർക്കും അറിയാം എന്താ ഇവിടെ നടക്കുന്നുള്ള കാര്യം. അതുകൊണ്ട് നീയൊക്കെ അങ്ങ് പിന്നെ കുണാണ്ടുള്ള ഞാൻ വലിയ നേതാവാണ്, ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് കേൾക്കുന്നുള്ള ധാരണ അങ്ങ് നാലാക്കി മടക്കി പോക്കറ്റിലിടോ. അവനെന്റെ കുടുംബത്തിൽ പോയിട്ട് പറഞ്ഞാ മതി കേട്ടാ. നിങ്ങളൊന്നും ആരുമല്ല, മനസ്സിലായ? പിന്നെ ഒരു പ്രസ്ഥാനമാകും, ആ പ്രസ്ഥാനത്തിന് ശരിയായ ദിശയിലേക്ക്, ഒരു നേരായ വഴിയിലേക്ക് നിങ്ങളെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ പറയുന്നെങ്കിലും ഒരുപക്ഷെ കേട്ടേക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഈ പറയുന്ന ബസ് സ്റ്റാൻഡിനകത്ത് കുറെ ചാവാലി പട്ടികൾ കുരക്കുമ്പോൾ ആരും കഴിഞ്ഞ് ശ്രദ്ധിക്കുക. അത്തരത്തിലേ ഇപ്പം ജനങ്ങൾ കണക്കാക്കൂ. ആ കണക്കാക്കിയതിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഇതേ പറയുന്ന പാലക്കാട് ഇല്ലേ? എന്നിട്ട് എന്തേടോ നീയൊന്നും നന്നാവാത്തത്? ഞാൻ ആ മറ്റേ റിപ്പോർട്ടർ ചാനലിന്റെ പോർട്ടലിൽ പോയേക്കുമ്പോ ഇവന്റെ എന്ത് തെമ്മാടത്തിലാണ് പറയുന്നത്. ഇവരൊക്കെ മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ അഴിഞ്ഞാടാനും വീടുകളിൽ കയറി നിരങ്ങാനും പിന്നെ കോൺഗ്രസ് SDPIക്ക് അനുമതി കൊടുത്തു. ആ വീട്ടിലിങ്ങ് വാ കയറി നിരങ്ങാൻ വേണ്ടിട്ട് കോൺഗ്രസ് അനുമതി കൊടുത്താൽ അഞ്ചിന്റെ വീട്ടിൽ കയറി നിരങ്ങാൻ വേണ്ടി. ഒരു പക്ഷേ ഈ പറയുന്നവന്റെ വീട്ടിൽ നിരങ്ങണ്ടോ ഞങ്ങൾക്കറിയില്ലേ, മറ്റുള്ളവന്റെ വീട്ടിലേക്ക് പോയോക്കൊന്ന്. പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോ സ്വാഭാവികമായിട്ട് പുറത്തുനിന്ന് വോട്ട് ചോദിക്കും, അവരവരെ വഴിക്ക് പോകും. ഇനി അവർക്കതിന് ഇഷ്ടമുണ്ട്, അവർ ചെയ്യട്ടെ. ഞങ്ങൾ സഖ്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ SDPIന്റെ വോട്ട് വേണമെന്ന് പറഞ്ഞോ? ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാക്കൂട്ടർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വർഗീയവാദിന്റെ വോട്ടും എനിക്ക് വേണ്ട എന്ന് പച്ച മലയാളത്തിലല്ലേ ആ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതിന്റെ സംഭവം. ആ കിട്ടാതെ മുന്തിരി പുളിക്കും. അത് നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. ആശയപരമായിട്ട് ആശയപരമായിട്ടൊന്നും പറയാനില്ലാണ്ട് നിൽക്കുമ്പോ ഒന്നിക്കൽ ഏതെങ്കിലും സ്ത്രീകളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് അങ്ങ് ഇതാക്കും. അതെന്തെങ്കിലും ഉമ്മൻചാണ്ടിനൊക്കെ വേട്ടിയാടിയത്. അല്ലെങ്കിൽ ഇതുപോലെ പച്ച വർഗീയത അങ്ങ് പറയൂ. എന്നിട്ട് പറയും ഞങ്ങൾ RSSനും BJPനെയും വലിക്കാൻ നടക്കും, ഞങ്ങൾ മൂക്കിൽ വലിച്ച് കയറ്റാൻ നടക്കുന്ന. ഇയാളില്ലെങ്കിൽ ഇങ്ങ് ഭയങ്കര അങ്ങ് ആക്കിക്കളിയും പോലും RSSകാർ. ഇയാളെ പേച്ചിട്ടാവോളം ഇപ്പോ നിൽക്കുന്നു കേരളം ഇങ്ങനെ നിൽക്കുന്നു. ഉളുപ്പില്ലാതെ അങ്ങ് പറയലേ എന്ന് ഓരോരുത്തൻ വന്നിട്ട്. അപ്പൊ ഞങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഇന്ന വിഭാഗം ഇന്നതിൽ കയറി വോട്ട് ചെയ്തിട്ടാണ് ഇന്ന കാലിന്റെ ഇടയിലെ കൂടി പോയിട്ടാണെന്ന് ഞങ്ങൾ പറയാനില്ല. ഞങ്ങൾ എതിർക്കും. എങ്ങനെ? രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയാണെങ്കിൽ ആ വീഴ്ചകൾ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അല്ലാതെ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ന വോട്ട് മേടിച്ചിട്ട് അവൻ മുസ്ലിമിന്റെ വോട്ട് കിട്ടിയിട്ട് ഇവൻ ക്രിസ്ത്യാനിന്റെ വോട്ട് കിട്ടി അവൻ ഹിന്ദുവിന്റെ വോട്ട് കിട്ടിയിട്ടാണ് അങ്ങനെ തരംതിരിച്ചിട്ടൊന്നും ഞങ്ങൾ ഇന്ന് വരെ വിശകലനം ചെയ്തിട്ട് അങ്ങനെ പറയുന്നവരുമല്ല ഞങ്ങൾ. അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഈ കൊള്ള സർക്കാരിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ജനങ്ങൾ കൊടുത്ത അടിയാണ് തിരിച്ചടിയാന്നുള്ള ചിന്തിക്കാനുള്ള വകതിരിവ് പോലും ഇല്ലാത്ത ഇതിനെയൊക്കെ എന്താ പറയാ? ഇവനോടൊക്കെ എന്ത് പറയാനാ? ഇപ്പൊ ഞാൻ മനസ്സിലാക്കി ഉത്തരേന്ത്യ സ്റ്റേറ്റിലവർക്കൊക്കെ നേരം പെടുത്ത് അവർക്ക് വിവരവും ബുദ്ധിയും വെച്ച്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ നശിച്ച പ്രത്യശാസ്ത്രം. ഒരു നിലപാടും ഇല്ല. ഒരു നിലപാട് വേണ്ടേ? ഒരു കാഴ്ചപ്പാട് വേണ്ടേ? എന്തെങ്കിലും ഒരു സംവിധാനത്തിന് ഒരു ആശയങ്ങൾ ഉണ്ടാവണം, ഒരു മാർഗദർശനം ഉണ്ടാവണം. ഇതൊന്നുമില്ല. അങ്ങനെ കുറെ എണ്ണത്തിനും വെച്ചിട്ട് പിന്നെ ഏതോ വഴിപോക്കൻ കൊണ്ട് വന്ന് ഉപേക്ഷിച്ചു പോയ കഞ്ചാവടിന് ഉപേക്ഷിച്ചു പോയ ഒരു പ്രതിശാസ്ത്രവും പൊക്കിക്കൊണ്ടുവന്നിട്ട് ഇത് തൊഴിലാളിന്റെ പാർട്ടി, ഇത് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി, ഇതുണ്ടാക്കിയ പാർട്ടി എന്ന് പറയാ. എന്നിട്ട് രാജ്യത്തിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, പച്ച മനുഷ്യന്മാരെ വെട്ടിക്കൊല്ലുക. എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ സ്റ്റിക്കർ ഒട്ടിക്കിയിട്ട് മാഷാവ് ഒട്ടിക്കുക, എന്നിട്ട് അവരെ കൊന്നു തള്ളുക, എന്നിട്ട് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും BJPക്കാരനെ കൊല്ലുക, എന്നിട്ട് ആദ്യമെടുത്തിട്ട് ഏതെങ്കിലും മുസ്ലിമിന്റെ പേരിലെയോ അല്ലെങ്കിൽ മുസ്ലിമിന്റെ ഏതെങ്കിലും ആരാധന മുമ്പിൽ കൊണ്ടുപോയിട്ട് അത് തൂവാലയങ്ങ് ഇടുക. എന്നിട്ട് അതിന് ഉടനെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഇതേതോ വർഗീയവാദികൾ, ഇതേതോ ഭീകരവാദികൾ. അപ്പൊ നേരെ ഫോക്കസ് ഇങ്ങോട്ട് എടുക്കാലോ. നേരായ ദിശയിൽ അന്വേഷണം പോകുമ്പോ ഈ നാറികളെടുത്തെത്തുക. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ അനുഭവമല്ലേ, പച്ചയായ സത്യങ്ങളല്ലേ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ UDFന്റെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ UDF സംവിധാനത്തിനോ അങ്ങനെ ഒരു ക്രൈമിന്റെ അലിഗേഷൻ വന്നിട്ടുണ്ടോ? അത് വന്നതാർക്ക? ആരെ നേർക്ക?
എന്നിട്ട് ഇവരാ വന്നിട്ട് ഞങ്ങൾ RSS പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഞങ്ങൾ വർഗീയവാദിന്റെ വോട്ട് വാങ്ങിച്ചെന്ന് പറയുന്നത് ഉളുപ്പ് വേണമല്ലോ. ഉളുപ്പ് ഇതുപോലത്തെ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകും. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേൾക്കുക. ഞാൻ ഈ വിഷയത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? ഈ വേട്ടാവളിയന്മാർക്കൊക്കെ മറുപടി പറയുന്നതിനും ഭേദം വേറെ വല്ല തൊഴിൽ നോക്കി പോകുന്നതാണ്. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ഇലക്ഷന് പരാജയപ്പെട്ടു. ഇലക്ഷന് മുമ്പേ ഉണ്ട്, അത് വിഷയം വേറെ, അതവിടെ കിടക്കട്ടെ. പക്ഷെ ഇലക്ഷൻ പരാജയപ്പെട്ടാലെങ്കിലും ഇത്തരം പരാമർശങ്ങൾ അവസാനിപ്പിക്കുന്നു ഞാൻ കരുതിയത്. എന്നിട്ട് അതില്ല. എന്നിട്ട് ഇപ്പം വീണ്ടും വന്നിട്ട് അങ്ങ് പറയാ മുസ്ലിമിന്റെ അറ്റ് പോറ്റി HCPI അങ്ങനെയാക്കി കോൺഗ്രസ്സുകാർ. എന്തിനോട് ഞങ്ങളുടെ മുന്നണിയാ? ഞങ്ങൾ അവരോട് വോട്ടിന് ആവശ്യപ്പെട്ടോ? പിന്നെ രാജ്യത്തുള്ള പൗരന്മാർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഡ്രസ്സ് ചെയ്യാനും അതിനൊക്കെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തില്ലേ? പിന്നെ ഞാൻ മറ്റൊരാളെ വർഗീയവാദി ഒരു മുദ്ര കുത്തുമ്പോ ഞാൻ എത്രത്തോളം വളരെ ക്ലിയർ ആണ് എന്നുള്ള എന്റെ മുഖം ഞാൻ കണ്ണാടിയിൽ നോക്കണ്ടേ? ഞാൻ 100% പെർഫെക്റ്റ് ആണോ? കൂടെ നിന്ന് ചതിച്ച് കുതികാലും വെട്ടിയിട്ട് ഉളുപ്പില്ലാതെ അപ്പുറം പോയി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഛർദിക്കാൻ വന്നാലുണ്ടല്ലോ, ആ ഛർദിന് പാലിട്ട് എന്റെ അണ്ണാക്കി തന്നെ അടിച്ചങ്ങ് തരൂ. ഓർത്തോ കേട്ടാ? വെറും ഊളകളല്ല കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ. മനസ്സിലാക്കിക്കോ. നീയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ വിമർശിച്ചോ, പക്ഷെ സത്യസന്ധമായിരിക്കണം. തെമ്മാടിത്തരം പറയാൻ പാടില്ല കേട്ടാ? കോൺഗ്രസ് വർഗീയതക്ക് പ്രോത്സാഹനം കൊടുത്തു പോലും, വർഗീയവാദികളെ വോട്ട് വാങ്ങിച്ചു പോലും. ഇത് കേട്ടാ വിചാരിക്കൂ ജനങ്ങൾ അടിച്ച് വെളിയിൽ കളിച്ചിട്ട് അവിടുത്തെ വോട്ടർമാരെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കുത്തുക. ഇവനൊക്കെ എന്താ വിചാരിച്ച്? ഇവനെന്തോ കോവിലൊക്കെ തമ്പ്രാക്കന്മാരാ? ഇവൻ അപ്പുറത്ത് ഇപ്പുറം ചാടിയപ്പോഴേക്ക് ഇവനിക്ക് അങ്ങ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പോടുന്ന നടക്കണ പോയി അധ്വാനിച്ച് ജീവിക്കണേ. വല്ല തൊഴിലുറപ്പ് പദ്ധതി ആയിട്ട് പണിയില്ലെങ്കിൽ അതിനോട്ട് പോകും. അല്ലെങ്കിൽ ഇതിന്റെ മറ്റേ ടെലിസ്കോപ്പ് എടുത്തിട്ട് മറ്റേ ഏതെങ്കിലും ക്ലിനിക്കിൽ ഇപ്പൊ ഞാൻ പോകത്തില്ല. കാരണം ഇതുപോലെ കല്ല് വെച്ച തുണയല്ലേ പറയും. ഇവന്റെയൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെയാ പിന്നെ ചികിത്സിക്കാൻ വേണ്ടി പോവുക? അങ്ങനെ കല്ല് വെച്ച നുണ മാത്രമല്ലല്ലോ, ഒരു നിലപാടും ഇല്ലല്ലോ. രാത്രി വരെ ഒരു പാർട്ടിക്കകത്ത് ഒരു സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ, അതായത് ഞാൻ പറഞ്ഞ ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരു ആയുഷ്കാലം മുഴുവനും പ്രവർത്തിച്ചിട്ടും ജീവിതം മുഴുവനും കോൺഗ്രസിന് വേണ്ടി പിന്നെ മാറ്റിവെച്ചിട്ട് പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത മരണപ്പെട്ടു പോയ എത്രയോ നമ്മളെ പൂർവികന്മാരില്ലേ? എനിക്ക് നേരിട്ടറിയുന്ന കണ്ണൂര് പിന്നെ സുരേന്ദ്രട്ടെ, അയാളൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് ഈ കോൺഗ്രസ്, അത് കണ്ണൂര് പോലുള്ള മേഖലയിൽ കോൺഗ്രസിന് പ്രവർത്തിക്കാനുണ്ടാകുന്ന, കോൺഗ്രസിന് പ്രവർത്തിക്കുമ്പോ ഉണ്ടാകുന്ന ആ പീഡനങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച്. ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആ മനുഷ്യനായിട്ടുണ്ടോ? അദ്ദേഹത്തിന് എത്രയോ അവസരങ്ങൾ വന്നിട്ടില്ലേ? കണ്ണൂര് ഞങ്ങളെ കൂടെ നിന്ന് കുലംകുത്തിപ്പോയ ഒരു അബ്ദുള്ള കുട്ടിയെ പിന്നെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി അവൻ CPM എന്ന് വന്ന് അവന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ K. സുധാകരന്റെ കയാക്ക് വീട്ടിൽ പോയി പൊട്ടിക്കരഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് സുരക്ഷ കൊടുക്കണ്ടെങ്കിൽ MLA ആവണമെങ്കിലേ പിന്നെ ഒരു സുരക്ഷ കൊടുക്കാൻ പറ്റൂ എന്നൊരു തീരുമാനം കേസ് എടുത്തപ്പോ അവിടെ മത്സരിക്കേണ്ട പിന്നെ സുരേന്ദ്രനോട് കേസ് പറഞ്ഞപ്പോൾ ഒട്ടും മടിയില്ലാതെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി മാറി നിന്നവനാ K. സുരേന്ദ്രൻ. ആ സുരേന്ദ്രനൊക്കെ മരണപ്പെടുമ്പോഴും പാർട്ടിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി അത്രമാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയാ. എന്നിട്ട് അവർക്കൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. അറിയോ? അങ്ങനത്തെ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവനിക്ക് അതൊന്നുമല്ല. ഇവൻ കയറി വന്ന് ഏതോ വഴിപോക്കൻ എന്തോ കുണാണ്ടർ പഠിച്ചത് ഞാൻ രാജിവെച്ചെന്നത് ഇവിടെ വരുമ്പോഴേക്കല്ല സീറ്റ് വേറെ, പാർട്ടിയുടെ തലപ്പത്ത് മറ്റൊരു ഔദ്യോഗിക ഉത്തരവാദിത്വം അതൊക്കെ കൊടുത്തിട്ട് ഇനിയും ആ വെട്ടാവളി ഈ പാർട്ടിക്കകത്ത് ഉണ്ടെങ്കിൽ പക്ഷെ അടുത്ത നിയമസഭാ ഇലക്ഷന് ഏതെങ്കിലും നല്ല ഷുവർ സീറ്റ് കൊടുക്കുമായിരുന്നു. അതുവരെ കാത്തിരിക്കാൻ പോലും ഇവനിക്ക് സമയമില്ല. എന്നൊരു പച്ച കളവ് അറിയാം പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിനൊക്കെ ഇല്ലാതെ തെമ്മാഴ്ത്തരം വിളിച്ചു പറയാം മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട്. ഇവൻ വിചാരിച്ച് ഇവൻ പറയുന്നതൊക്കെ ജനങ്ങളങ്ങ് കേൾക്കുന്ന. ജനങ്ങൾ അതിനുള്ള കൃത്യമായ മറുപടി കൊടുത്തു. എന്നിട്ട് അതിന്റെ അരിശം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ മതം തിരിച്ച്, ജാതി തിരിച്ച്, വർഗീയ പിന്നെ എന്താ പറയാ കുലം തിരിച്ച് ഇങ്ങനെ ഓരോ ദിവസം വന്നിട്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുക. നാണവും മാനവും ഇല്ലാത്ത തോറ്റാൽ ആ വഴിക്ക് പോവുക എന്നല്ലാതെ. ഞാൻ ഇതങ്ങ് അവസാനിപ്പിക്കുക.